أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള ബഹുമാന്യരായ ശറഹ് റാത്തീബുൽ ഹദ്ദാദ് ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ 37ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഖദർ, അതിനെക്കുറിച്ചുള്ള വരുന്നതായ അപവാദങ്ങളും വിവാദങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിഷയം അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസവും ഊട്ടിയുറപ്പിക്കലുമാണ് പ്രധാനമായ ലക്ഷ്യം. നമ്മൾ പറഞ്ഞു എത്തിയ വിഷയം ഖുർആനിലെ ആയത്തുകളെയും ഹദീസുകളിലൊക്കെ സ്വന്തം അഭിപ്രായം പറയുന്ന ഒരു രീതിയാണ് ബിദ്അത്തുകാരിലൂടെ കടന്നു വന്നിട്ടുള്ളത്. ആ രീതി ശരിയല്ല എന്നുള്ളതാണ്. തുച്ഛം അറബി ഭാഷ മാത്രം പഠിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഖുർആനിനെയും ഹദീസുകളെയും തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചുകൊണ്ട് ബിദ്അത്തിന്റെ വാദങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെ നേരിട്ടത് അതേ ഭാഷയിലൂടെ തന്നെ പരിജ്ഞാനികളായ ആളുകൾ ശറഅ് കൊണ്ട്, അഥവാ ആയത്തിനെയും ഹദീസിനെയും എങ്ങനെയാണോ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് റസൂലുള്ള മുഖാന്തരം പഠിപ്പിച്ചു തന്ന അതേ രീതി സുന്നത്ത് ജമാഅത്ത് സ്വീകരിച്ചുകൊണ്ട് ഉള്ള സംസാരമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച കാര്യത്തിലൂടെയാണ് നമ്മൾ പോയത്. തീർന്നില്ല. സുമ്മ ഖാൽ, ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വൽ ഖറായിബുൽ ലത്തി ലാ തുഫഹമു ഇല്ലാ ബിസ്സമാഇ കസീറത്തുൻ. ആർക്കും തിരിയാത്ത ഗരീബായ ചില പദങ്ങളുണ്ടാകും. അത്തരം പദങ്ങളെ മനസ്സിലാക്കപ്പെടുക എങ്ങനെ സാധിക്കുകയുള്ളൂ? കേൾവി മുഖാന്തരം. എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി അതിനെ വ്യാഖ്യാനിച്ചു തന്ന പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടത്, മഹാന്മാരിൽ നിന്ന് കേട്ടത് വഴിക്ക് അതിന് മനസ്സിലാക്കാൻ കഴിയും. തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചാൽ അപകടത്തിലേക്ക് എത്തും. ഇങ്ങനെ കേൾവി മുഖാന്തരം പരമ്പരാഗതമായി വ്യാഖ്യാനങ്ങൾ നൽകിയ മഹാരഥന്മാരിൽ നിന്ന് കിട്ടി മനസ്സിലാക്കിയത്. അതുകൊണ്ട് അറിയുന്ന എത്രയോ പദങ്ങളുടെ ഗരീബായ പദങ്ങൾ അധികമാണ്. വനഹനു നർമുസു ഇലാ ജുമലിൻ മിൻഹ ലിയുസ്തദല്ല ബിഹാ അലാ അംസാലിഹ. ഇതിൽ ഒരു കൂട്ടത്തിലേക്ക് നമ്മൾ ചൂണ്ടിപ്പറയുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ, അത്തരം പദങ്ങളും ഒക്കെ വരുമ്പോൾ ആ കൂട്ടം, ആ ജുംലകൾ അതെടുത്തിട്ട് നമുക്ക് ലക്ഷ്യമാക്കാനുണ്ട്. അതുപോലത്തതിന്റെ മേൽ ലക്ഷ്യം വെക്കുവാൻ വേണ്ടിക്കൊണ്ടാണ് ഇത്തരം ജുംലകൾ നമ്മൾ ഇവിടെ സൂചിപ്പിച്ച് പറയുന്നത്. വയുഅലമ അന്നഹു ലാ യജൂസു തഹാവുനു ബിഹിഫ്ദി തഫ്സീർ ളാഹിറൻ. അതുമാത്രവുമല്ല, ഇതിനൊക്കെ വ്യാഖ്യാനങ്ങൾ ഇന്നതുണ്ട് എന്ന് പരമ്പരാഗതമായുള്ള വ്യാഖ്യാനം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മനസ്സിലാക്കാതെ ശ്രദ്ധ ഇല്ലാതെ ജീവിക്കുന്നതും ശരിയല്ല. അങ്ങനെ ജീവിക്കൽ അനുവദനീയവുമല്ല എന്ന് അറിയാൻപ്പെടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത്തരമൊരു ജുംലകൾ, ഒരു കൂട്ടങ്ങൾ നമ്മൾ ഇവിടെ പ്രതിപാദിക്കേണ്ടി വന്നത്. അങ്ങനെ മഹാനവറുകൾ പറഞ്ഞിട്ട് എവിടത്തെ ലാസ്റ്റ് ഇലാങ്കാൽ മഹാനവറുകൾ പറയുകയാണ്. ആര്? ബഗവി ഇമാം തങ്ങൾ പറയുന്നു, വമാലാ ബുദ്ധ മിൻഹു മിനസ് സമാഇ ഫഫുനൂനുൻ കസീറ. കേൾവി മുഖാന്തരമായി നമുക്കതിന് കിട്ടേണ്ടതായ അർത്ഥങ്ങൾ നമ്മുടെ തന്നിഷ്ടമില്ലാതെ മഹാരഥന്മാരായ ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചു തന്നു. അങ്ങനെ നമ്മൾ കേട്ടു. അങ്ങനെ കേൾവിയിലൂടെ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാടുണ്ടെന്ന് തന്നെ നിരവധി വിഷയങ്ങൾ അങ്ങനെയുണ്ട്. മിൻഹ, അത്തരം വിഷയങ്ങളിൽ പെട്ടതാണ് അൽ ഈജാസു ബിൽ ഹദ്ഫി വൽ ഇൽമാനി. ഇതിപ്പോ ഞാൻ പറയുമ്പോൾ മുസ്ലിയാക്കന്മാർക്ക് ഇത് വേഗം തിരിയും, ഉലമാക്കൾക്കൊക്കെ. എന്നിരുന്നാലും നാടന്മാർക്ക് കൂടി തിരിയാൻ വേണ്ടി പറയട്ടെ. നമ്മുടെ അറബി സാഹിത്യത്തിൽ ഇങ്ങനെയൊക്കെ ഒരു പ്രയോഗമുണ്ട്. എങ്ങനെ? അൽ ഈജാസു ബിൽ ഹദ്ഫി വൽ ഇൽമാനി, വെളിവാക്കാതെ മറച്ചു പറയുക, കളഞ്ഞു പറയുക, അങ്ങനെ ചുരുക്കിയിട്ട് കൊണ്ടുവരിക എന്നൊരു അറബി ശൈലി നമുക്കുണ്ട്. അത് ഭാഷാപരമായി തന്നെ ഉള്ള ഒരു രീതി തന്നെയാണ്. അതിന് തെളിവ് ഖുർആൻ തന്നെയാണ്. നമുക്കൊന്ന് ഖുർആനിന്റെ ആയത്തൊന്ന് മനസ്സിലാക്കാം. ഖൗലിഹി തആല, അല്ലാഹു തആല പറയുന്നത് പോലെ, വആതൈന സമൂദൻ നാഖത മുബ്സിറതൻ ഫളലമു ബിഹാ എന്ന് കാണാം.
സമൂത് വിഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ഒട്ടകത്തെ കൊടുത്തു. അങ്ങനെ ആ ഒട്ടകത്തെ അവർ എന്താ എന്നറിയാമോ? നേരെ അർത്ഥം പറയുകയാണെങ്കിൽ ഫളലമുബിഹ, ആ ഒട്ടകം കൊണ്ട് അവർ തെറ്റിപ്പോയി, വഴി പിഴച്ചുപോയി എന്നതാ. അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞതാ. ഫളലമുബിഹ എന്നുള്ളടത്ത് എന്താ അർത്ഥം? മഅനാഹു ലലമു അൻഫുസഹും ബിഖത്ലിഹ എന്നുള്ളതാ. ഒട്ടകത്തെ സമൂത് വിഭാഗത്തിന് നമ്മൾ നൽകിയെന്ന് അല്ലാഹു തആല പറയുന്നു. എന്നിട്ട് ആ ഒട്ടകം കൊണ്ട് അവർ വഴി പിഴച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് നമുക്ക് വിശദീകരിക്കേണ്ടത് നമ്മുടെ തന്നിഷ്ടപ്രകാരമല്ല. അവിടെ അറബി പഠിച്ചിട്ട് അതിന്റെ ഭാഷ ഇങ്ങനെയാണ്, ഫളലമു, അവർ പിഴച്ചുപോയി, ബിഹ, അതുകൊണ്ട് അർത്ഥം വെക്കേണ്ടി വരും. ഇത് ശരിയല്ല. അപ്പൊ നമുക്ക് അതിന് വ്യാഖ്യാനമായിട്ട് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് സമാ നിനക്ക് കിട്ടിയതുണ്ട്. എന്താ അവിടെ? ലലമു, അവർ പിഴച്ചു, പയപ്പിച്ചു, അംബുസഹും, അവരുടെ ശരീരത്തെ അവർ ആക്രമിച്ചു. എന്ത് കാരണം കൊണ്ട്? ബിഖത്ലിഹ, അല്ലാഹു തആലാന്റെ അനുഗ്രഹമായി നൽകിയ, അവരുടെ പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തായി നൽകിയതായ ഒട്ടകം, സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകം, അതിനെ കൊന്നുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്? അവരുടെ ശരീരത്തെ അവർ അക്രമം നടത്തിയത് എന്നതാണ്. ഇവിടെ കളഞ്ഞുകൊണ്ട് ചുരുക്കിയിട്ട് ഫളലമു ബിഹ, ഇങ്ങനെ അറബി വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം. ഇത് അറബിയുടെ ഒരു ഗ്രാമറാണ്. വേറൊന്ന് കാണാം, ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, വതജ്അലൂന റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ, നിങ്ങൾക്ക് നൽകിയ റിസ്ഖിനെ നിങ്ങൾ ആക്കും, അന്നക്കും നിശ്ചയമായിട്ടും നിങ്ങൾ തുകദ്ദിബൂന, കള്ളന്മാരാകുന്നു, കളവ് പറയുന്നവരാകുന്നു എന്നാ. ഇവിടെ എന്താ അർത്ഥം? വതജ്അലൂന റിസ്ഖക്കും എന്നില്ലൂടത്ത് ഒന്ന് കളഞ്ഞിട്ടുണ്ട്. അത് കളഞ്ഞിട്ട് ചുരുക്കിയിട്ട് വതജ്അലൂന റിസ്ഖക്കും എന്ന് പറഞ്ഞതാ. എന്താ അവിടെ വ്യാഖ്യാനിക്കുന്നത്? ശുക്ര റിസ്ഖിക്കും എന്നായി അർത്ഥം. വതജ്അലൂന, നിങ്ങൾ ആക്കുന്നു, എന്താക്കുന്നു? ശുക്ര റിസ്ഖിക്കും, നിങ്ങൾക്ക് നൽകിയതായ ആ റിസ്ഖിന്റെ നന്ദിയെ എന്നവിടെ തജ്അലൂന, അവിടെ ശുക്ർ എന്ന പദത്തെ കളഞ്ഞു. അങ്ങനെ കളഞ്ഞതിന് ശേഷം വതജ്അലൂന റിസ്ഖക്കും എന്ന് ചുരുക്കി പറഞ്ഞു. ഇങ്ങനെ അറബിയിലുണ്ട്. അത് നമുക്ക് കിട്ടണമെങ്കിൽ മഹാരഥന്മാരായ ആളുകളെ അംഗീകരിക്കണം. തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാൻ പറ്റൂല എന്നുള്ളതിന് ഉദാഹരണമായി കൊണ്ടാണ് ബഗവി മംതങ്ങൾ നമുക്ക് ഈ ശൈലി പഠിപ്പിച്ചു തരുന്നത്. തീർന്നിട്ടില്ല. ഒരായത്ത് കാണൂ. ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? ഒരു വിഭാഗം ആളുകള് അല്ലാഹുവിനെ കൂടാതെ രക്ഷാധികാരത്തിന് അവർ നിയോഗിച്ചു വെച്ചു. മാ നഅബുദുഹും, അവർക്ക് ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന, അവർ ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ, ഇലല്ലാഹി, അല്ലാഹുവിലേക്ക്, സുൽഫ, കൂട്ടമായി അവർ ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും, അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അല്ലാഹുവിനെ കൂടാതെ അവർ രക്ഷാധികാരികളാക്കി വെക്കുകയും ചെയ്യുന്ന. ഇവിടെ മാ നഅബുദുഹും എന്ന് പറഞ്ഞിടത്ത് ഒന്നിനെ കളഞ്ഞിട്ടുണ്ട്. ആ കളഞ്ഞ പദം ഏതാണ്? യഖൂലൂന മാ നഅബുദുഹും എന്നാ. അവര് പറയും, എന്ത് പറയും? മാ നഅബുദുഹും എന്നാ. അപ്പൊ അങ്ങനെ അർത്ഥം വെക്കണമെങ്കിൽ, ഇത് വ്യാഖ്യാനിക്കണമെങ്കിൽ അറബി ഭാഷയുടെ അർത്ഥം മാത്രം പഠിച്ച് തന്നിഷ്ടം വ്യാഖ്യാനിച്ച പറ്റില്ല. ഇതൊക്കെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചതാ. അതുപോലെ വ്യാഖ്യാനിച്ചാൽ സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോകൂല. തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചാൽ ബിദ്അത്തിലേക്ക് വരും. അതാണ് ഈ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇനി മറ്റൊരു ആയത്ത് നമുക്ക് കാണാം. ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞു, ഫമാ ലിഹാഉലാഇൽ ഖൗമി ലാ യകാദൂന യഫ്ഖഹൂന ഹദീസാ മാ അസ്വാബക മിൻ ഹസനതിൻ ഫമിനല്ലാഹ് വമാ അസ്വാബക മിൻ സയ്യിഅതിൻ ഫമിൻ നഫ്സിക എന്ന് പറഞ്ഞ ഈ ആയത്തില് ഫമാ ലിഹാഉലാഇൽ ഖൗം, എന്താണ് ഈ വിഭാഗത്തിലുള്ളത്? ലാ യകാദൂന യഫ്ഖഹൂന ഹദീസാ, അവർ ഹദീസിനെ മനസ്സിലാക്കുവാൻ അടുക്കയാകൂല. എന്താണ് ഇവർക്കുള്ളത്? എന്നിട്ട് മാ അസാബക മിൻ ഹസനതിൻ ഫമിനല്ലാഹ്, ഇതിനൊക്കെ അർത്ഥം നമ്മൾ വ്യാഖ്യാനിച്ചതാണ്. ബിദ്അത്തുകാർ അതിനെ കൊണ്ടുവന്നപ്പോൾ അതെടുത്ത് അതിന് എതിര് നമ്മൾ അതിന് മറുപടിയും കൊടുത്തതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാറുള്ളത് ഈ ആയത്തിന് എങ്ങനെ അർത്ഥം വെക്കും, അതാണ് നമുക്കറിയണം. അതിന്റെ അർത്ഥം മഹാന്മാര് പറഞ്ഞു തരുന്നു. ലാ യഫ്ഖഹൂന ഹദീസൻ യഖൂലൂന മാ അസ്വാബക, അവര് ഹദീസ് ഒന്നും മനസ്സിലാക്കിയെടുക്കൂല. എന്നിട്ട് പോലെ അങ്ങനെ പറയും, മാ അസാബക, നിനക്ക് കിട്ടിയ ഒന്ന്
അത് ഗുണമാണെങ്കിൽ ഫമിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന്. വമാ അസാബക മിൻ സയ്യിഅത്തിൻ, വല്ല മോശമായ നിനക്ക് കിട്ടിയതോ ഫമിൻ നഫ്സിക, അത് നിന്റെ നഫ്സിൽ നിന്ന്. എന്നിട്ട് ഹസനത്ത് അള്ളാഹുവിലേക്ക് ചേർക്കുക, സയ്യിഅത്തൊക്കെ ഖൽഖിലേക്കും ചേർക്കുക, മഖ്ലൂക്കിലേക്കും ചേർക്കുക. ഇങ്ങനെ രണ്ട് വിധ അർത്ഥം വരാൻ കാരണം മഹാന്മാര് പറഞ്ഞ വ്യാഖ്യാനം തള്ളി തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചു. ഇത് അബദ്ധമാണ്, ഇതൊരിക്കലും വരാൻ പാടില്ല. അതിനാണ് ഇങ്ങനെ ചെറിയ സാമ്പിളിലൂടെ, ഒരു ചെറിയ രീതിയിലൂടെ ബഹവിമാം തങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഷറഹിന്റെ മുസന്നിഫായ ഹബീബ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഫഇൻ യുരിദ് ഹാദാ, ഇതാണ് അവൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, കാന മുനാഖിദൻ ലിഖൗലിഹി, അല്ലാഹു തആല പറഞ്ഞ വാക്കിനോട് ഇത് എതിരല്ലേ. ഖുൽ കുല്ലും മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് ഇത് മുഴുവനും എന്ന് അള്ളാഹ് പറയുന്നു. ഇത് നബിയെ നിങ്ങൾ പറയണം. ഈ പറഞ്ഞ ആയത്തിനോട് എതിരായിട്ടല്ലേ മാ സാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് വമാ സാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക എന്ന് ആയത്തിനെ ആണ് വ്യാഖ്യാനിച്ച് അർത്ഥം വെച്ച് എങ്ങനെ ഉണ്ടാവും? സ്വന്തം പ്രകാരം ഈ അപകടം വരില്ലേ? വയസ്മിഖു ഇലൽ ഫഹ്മി മിൻകും മദ്ഹബുൽ ഖദരിയ, ഇങ്ങനെ വരുമ്പോൾ ഖദരിയാക്കൾ പറഞ്ഞ മദ്ഹബിലേക്ക് മുൻകടക്കുകയും ചെയ്യും ഈ വ്യാഖ്യാനിക്കുന്ന ആൾ ഇങ്ങനെ പോയാൽ. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, മഹാന്മാരായ പണ്ഡിതന്മാരും മുഫസ്സിറുകളും മുഹദ്ദിസുകളും എങ്ങനെയാണ് പരമ്പരാഗതമായി അതിനെ വ്യാഖ്യാനിച്ച് തന്നത് അത് അവ സ്വീകരിക്കുക. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ രീതി. ഇങ്ങനെയൊക്കെ ഈ ആയത്ത് അവർ ലക്ഷ്യം പിടിച്ചു പറഞ്ഞപ്പോ അതിനോട് തുടർന്ന് വന്നതായിരിക്കുന്ന അറബി വ്യാഖ്യാനത്തിലെ വ്യാഖ്യാനം മനസ്സിലാക്കുവാൻ വേണ്ടി ഇവിടെ ചെറിയൊരു സാമ്പിൾ ഉദ്ധരിച്ചു തന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ബിദ്അത്തുകാർ ഉന്നയിക്കുന്ന മറ്റൊരു വാദം ഇവിടെയുണ്ട്. അമ്മാ ഖൗലുഹും, അവരുന്നയിക്കുന്ന വാദം ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാഇ എന്നല്ലേ. നിശ്ചയം അല്ലാഹു തആല വടക്കായ ഒരു കാര്യം കൊണ്ടും കൽപ്പിക്കൂല എന്ന. ഇതിനെന്താ ലക്ഷ്യം മനസ്സിലാക്കാനുള്ളത്? അല്ലാഹു തആല മോശമായതുകൊണ്ട് കൽപ്പിക്കൂല എങ്കിൽ മോശമായത് അല്ലാഹു തആല ഉദ്ദേശിക്കൂല എന്നല്ലേ ഈ ആയത്തിന്റെ അർത്ഥം. ഇത് പറയുമ്പോൾ നമ്മൾ എന്ത് ശരി എന്നല്ലേ തോന്നും? അല്ല, അവിടെ പയച്ചു. എന്താണ് അവിടെ ഇറാദത്ത് എന്താന്ന് മനസ്സിലാക്കിയില്ല, അമ്രെന്താന്നും മനസ്സിലാക്കിയില്ല. അതാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഫൽ അംറു ഗൈറുൽ ഇറാദത്തി, നിങ്ങൾ പറയുന്നത് പോലെ അമ്രില്ല എന്ന് വിചാരിച്ചിട്ട് അല്ലാഹു തആലാക്ക് ഷർറ് അല്ലാഹു ഇറാദത്തില്ല എന്ന് എങ്ങനെ അർത്ഥം വെക്കാനാ? ആദ്യം അമ്രെന്താന്ന് മനസ്സിലാക്കണം, ഇറാദത്ത് എന്താന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി തരികയാണ് ഇവിടെ. ഫൽ അംറു, അമ്ര് എന്ന് പറഞ്ഞാൽ കൽപ്പന എന്ന് പറഞ്ഞാല് ഗൈറുൽ ഇറാദത്തി, ഇറാദത്ത് അല്ല. അപ്പൊ രണ്ടും രണ്ടാകും. കാരണം ലിഅന്നൽ അംറ ഹുവല്ലദി യതറത്തബു അലൈഹി സവാബു വൽ ഇഖാബ്, കൽപ്പന ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി കൽപ്പിച്ചാൽ അതിനോട് തുടർന്ന് വരുന്ന ഒന്നാണ് കൂലി, അതുപോലെ ശിക്ഷ. അത് ആ കൽപ്പനക്ക് തുടർന്ന് വരുന്ന ഒന്നാണ്. വബിഹി, ഈ കൽപ്പന കൊണ്ടാണ് തഖൂമു അലൽ അബ്ദി ഹുജ്ജത്തു, ഒരടിമയുടെ മേൽ ലക്ഷ്യമായി നിൽക്കുന്നത് കൽപ്പനയാ. കാരണം അതാണ് പറയാൻ കാരണം ഫഇന്നഹു തആല, നിശ്ചയമായിട്ടും അല്ലാഹു തആല മുരീദുൽ ജമീൽ കായിനാത്തി, ഇവിടെ ഉണ്ടാകുന്ന ഏതെല്ലാം കാര്യമുണ്ടോ അത് മുഴുവനും അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവനാണ്. വൈറു ആമിരിൻ ബിമാ യുരീദു, ഉദ്ദേശിക്കുന്നത് മുഴുവൻ കൊണ്ട് അല്ലാഹു തആല കൽപ്പിക്കുന്നവനല്ല. അപ്പൊ തെറ്റിവിടെ ഷർറിവിടെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ തെറ്റ് ചെയ്യാൻ അള്ളാന്റെ കൽപ്പനയില്ല. കേട്ടോ, ഇറാദത്തുണ്ട്, കൽപ്പനയില്ല. നന്മ ചെയ്യാൻ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നു, അത് അല്ലാഹു തആല കൽപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പലതുമുണ്ട്. അപ്പൊ കായിനാത്തിൽ ഉണ്ടാവാൻ പറ്റുന്ന ഏതും അള്ളാഹ് ഉദ്ദേശിക്കുന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് കൊണ്ട് അല്ലാഹു തആല കൽപ്പിക്കുന്നവനല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ അമ്ര് ഇറാദത്ത് രണ്ടും രണ്ടായല്ലോ. അപ്പൊ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാഇന്റെ അർത്ഥം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. അല്ല കൽപ്പിക്കൂല, മോശമായതുകൊണ്ട് കൽപ്പിക്കൂല എന്ന് വരുമ്പോൾ മോശമായത് അല്ലാഹു തആലാക്ക് ഇറാദത്തില്ല എന്നുള്ള അർത്ഥം വരില്ല. കാരണം അമ്രിന്റെ അർത്ഥം തിരിഞ്ഞിട്ടില്ല, ഇറാദത്തിന്റെ അർത്ഥം തിരിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. വഅൽ അബ്ദി, അടിമക്ക് എന്തേ വേണ്ടു? അടിമക്ക് നിർബന്ധം അയ്യത്തബിയ അമ്രഹു, അല്ല കൽപ്പിച്ച കാര്യം അനുസരിക്കുക, അതിനോട് തുടരുക. നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കുക, കള്ള് കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ കുടിക്കണ്ട, നന്മ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുക, തിന്മ ഒഴിവാക്കാൻ പറഞ്ഞാൽ ഒഴിവാക്കുക. ഇതാണ് അടിമയുടെ കടമ, അതാണ് കൽപ്പന, അതിന് വഴങ്ങുക. വലൈസ ലഹു, അടിമക്കില്ല അയ്യതഅല്ലഖ ബി ഇറാദത്തിഹി വ മശീഅത്തിഹി, അല്ലാഹു തആല ഉദ്ദേശിച്ചതല്ലേ അത്, അള്ളാഹുവിന്റെ ഇറാദത്തല്ലേ അത്, അതുമായി ബന്ധിക്കൽ ആർക്ക് അവകാശമില്ല? അടിമക്ക് അവകാശമില്ല.
രാജാതിരാജനായ റബ്ബ് റഹീമായ റബ്ബ് എന്ത് കൽപ്പിച്ചോ അതനുസരിച്ചോ എന്നതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്ന മശീഅത്തഹു, നിശ്ചയമായിട്ടും അള്ളാഹുവിന്റെ ഉദ്ദേശം, ലാ തകൂനു ഉദ്റൻ ലി അഹദിൻ, ഒരാൾക്കും അതൊരു കാരണമായി ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ ഇറാദത്ത് കൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞ് തെറ്റ് ചെയ്യാൻ നമ്മുടെ അവകാശമില്ല. ഇറാദത്ത് വേറെ അമ്ര വേറെ എന്ന് മനസ്സിലാക്കിയാൽ ഈ അപകടം ഇവിടുന്ന് പോയി. അപ്പോ ആ ആയത്ത് കൊണ്ടും നിങ്ങൾക്ക് ലക്ഷ്യമാക്കാറില്ല കേട്ടോ, പൊളിഞ്ഞുപോയി. അപ്പൊ ഏതായത്ത് നിങ്ങൾ കൊണ്ടുവന്നോളൂ, അതിനൊക്കെ ഞങ്ങൾ വ്യാഖ്യാനിച്ച് തരാം. പരമ്പരാഗതമായി മഹാന്മാര് പറഞ്ഞ റൂട്ടുണ്ട്, അതിലൂടെ സഞ്ചരിച്ച് നിങ്ങളെ വാദങ്ങൾ പൊളിച്ചു തരാം എന്നതാണ് ഇതിലൂടെ മഹാൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നതും. ഇങ്ങനെയാണ് അവർക്ക് മറുപടി കൊടുക്കേണ്ടതും. ഇത് മനസ്സിലാക്കിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖിലുകാരായ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ശരിക്ക് കടഞ്ഞ് തെളിയിച്ചെടുക്കുകയും വേണം. ഇതൊക്കെയാണ് ഇതിൽ നൽകുന്ന പാഠം. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് എന്താ നോക്കാം. വഖദ് ദക്കറൽ ഇമാമുൽ ഗസ്സാലി, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല പറയുന്നു. എവിടെ പറയുന്നു? ഫീ കിതാബി ആദാബിൻ നിക്കാഹി മിനൽ ഇഹ്യാഇ, ഇഹ്യാ എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തിലെ നിക്കാഹിന്റെ മര്യാദകളെ കുറിച്ച് ചെറിയൊരു കിതാബുണ്ട്. ഒരു കിതാബ് അതിലുണ്ട്, അധ്യായം. അതിലൂടെ മഹാൻ പറയുന്നു, എന്ത് പറയുന്നു? അന്നമാ ഹുവ മഹ്ബൂബുൻ വ മക്റൂഹുൻ ഇൻദല്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടതും വെറുക്കപ്പെട്ടതുമായ ഒരു കാര്യം, ലാ യുനാഫി, അത് എതിരാകൂല, ഇലാബത്തുൽ കായിനാതി കുല്ലിഹാ ഇലാ ഇറാദത്തിഹി തആല ഖൈരിഹാ വ ശർരിഹാ നഫ്ഇഹാ വ ളർരിഹാ. ഇവിടെ ഉണ്ടാകാൻ പറ്റുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങൾ മുഴുവത്തെയും അള്ളാഹുവിന്റെ ഇറാദത്തിലേക്ക്, അത് നന്മയാവാം തിന്മയാവാം, ഉപകാരമാവാം ഉപദ്രവമാവാം, ഏതായിക്കോട്ടെ അത് മുഴുവനും അള്ളാഹുവിന്റെ ഇറാദത്താണ്. അത് ഇറാദത്തിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുമ്പോൾ ഒരു കാര്യം മഹബൂബാണ്, ഇഷ്ടപ്പെട്ടതാണ്, വെറുക്കപ്പെട്ടതാണെന്ന് തമ്മിൽ എതിരല്ല. അത് മനസ്സിലാക്കുക. അങ്ങനെ എതിരില്ല, എതിരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടുവന്ന അബദ്ധമാണ് ഇവിടെ പിടഞ്ഞത്. ആ അബദ്ധത്തെ നമുക്ക് നീക്കിക്കളയണം. പിന്നെ എന്താ ഇവിടെ വിഷയം? വലാകിന്നൽ മഹബ്ബത വൽ കറാഹത യതലാദ്ദാനി. ഇവിടെ മനസ്സിലാക്കേണ്ട ഇതാ, ഇഷ്ടം വെറുപ്പ് ഇത് രണ്ടും യതലാദ്ദാനി, അത് രണ്ടും വൈരുദ്ധ്യമുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ആ വൈരുദ്ധ്യമുള്ള സാധനം വാസ്തവത്തിൽ അള്ളാഹുവിന്റെ ഇറാദത്തിലേക്ക് ചേർത്താൽ വൈരുദ്ധ്യമില്ലതാനും. ഫറുബ്ബ മുറാദിൻ മക്റൂഹുൻ വറുബ്ബ മുറാദിൻ മഹ്ബൂബുൻ. നോക്കുക, ഉദ്ദേശിക്കപ്പെടുന്ന ഏതെല്ലാം കാര്യമുണ്ടോ, എത്ര കാര്യം മക്റൂഹാണ്. ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം എത്രയോ മഹബൂബാണ്, ഇഷ്ടപ്പെട്ടതും വെറുക്കപ്പെട്ടതുമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫൽ മആസി, അപ്പൊ തെറ്റുകളൊക്കെ മക്റൂഹത്തുൻ, അത് വെറുക്കപ്പെട്ടതാണ്. എന്തോടൊപ്പം വഹിയ മഅൽ കറാഹത്തി മുറാദത്തുൻ, ഈ തെറ്റോടുകൂടെ കറാഹത്ത് വെറുപ്പ് അവിടെ ഉണ്ട്. ആ വെറുപ്പോടുകൂടെ ഈ തെറ്റുകളൊക്കെ ഉദ്ദേശിക്കപ്പെട്ടതാ, ഇറാദത്തിൽ ഉള്ളതാണത്. കറാഹത്തുണ്ട്, അതോടൊപ്പം തന്നെ ഈ തെറ്റായ ഏതെല്ലാം പ്രവൃത്തികളുണ്ടോ അത് മുഴുവനും ഇറാദത്താണ്. ഇറാദത്തായിരിക്കെ ആ മആസിയുടെ കൊണ്ടുവരൽ വെറുക്കപ്പെട്ടതാണ്, അത് കൊണ്ടുവരാൻ പറ്റില്ല. കറാഹത്താണെങ്കിൽ ഇറാദത്തുണ്ടായിക്കോട്ടെ, വിരോധമില്ല. വത്താഅത്തു, ആരാധനകൾ മുറാദത്തുൻ, അതും ഉദ്ദേശിക്കപ്പെട്ടതാണ്. ആരാധന കർമ്മങ്ങളൊക്കെ വഹിയാ ത്വാഅത്ത്, ആ ആരാധനകൾ മഅ കൗനിഹ മുറാദത്തൻ, അവകൾ ഉദ്ദേശിക്കപ്പെട്ടതായിരിക്കലോടുകൂടെ തന്നെ ഇവിടെ കാണുന്ന ത്വാഅത്തുൽ, അത് പ്രവർത്തിച്ചു വരുമ്പോൾ മഹബൂബത്തുൻ മർളിയത്തുൻ, അത് ഇഷ്ടമുള്ളതും അതുപോലെ തൃപ്തിപ്പെട്ടതുമാകുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇറാദത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊന്നും കുഴപ്പമില്ല. പിന്നെ കുഴപ്പം എവിടെയെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇത് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യണ്ടെന്ന് പറയുന്നു, അവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇറാദത്ത് വെറുപ്പോടുകൂടെ ഇറാദത്തുണ്ടെങ്കിലും അത് പുറത്തേക്ക് വന്ന് തെറ്റായി ചെയ്തു വരുമ്പോ മക്രൂഹായി, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അത് അള്ളാഹു തആല ഇറാദത്തിനെ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, അള്ളാഹു തആല തെറ്റിന് ഇറാദത്ത്, ഷെറിന് അള്ളാഹു തആല ഇറാദത്ത് ചെയ്തിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം.
തെറ്റ് അവിടെ ഇറാദത്തുണ്ട് അള്ളാഹ്ക്ക്. പക്ഷെ ആ ഇറാദത്തുമല്ല വിഷയം ആ ഇറാദത്ത് ഉണ്ടായിരിക്കെ അതിനെ പുറത്ത് ഒരു അടിമ ചെയ്തു കഴിഞ്ഞാൽ അത് മക്രൂഹത്താണ്. ത്വാഅത്തും ഇറാദത്താണല്ലോ ചെയ്യണമെന്നുള്ളത്. ത്വാഅത്ത് ചെയ്യുമ്പോൾ അത് അല്ലാഹു തആലക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ ഇറാദത്തും അംറും ഫിഅലൊക്കെ വേറെ വേറെയാന്ന് മനസ്സിലാക്കാം. അമ്മൽ കുഫ്റു വശർറു, അപ്പൊ സത്യനിഷേധം, തിന്മ, ഫലാ നഖൂലു, നമ്മൾ പറയൂല, ഇന്നഹു, ഒരാൾ അവിശ്വാസിയായി ജീവിക്കുക, തെറ്റുകാരനായി ജീവിക്കുക, ഇന്നഹു മഹബൂബ് മർലിയുൻ, കുഫർ മർലിയാണ്, മഹബൂബാണ്. ഷർറ് മഹബൂബാണ്, മർലിയാണെന്ന് ആരെയും പറയാൻ കഴിയില്ലല്ലോ. കുഫർ ഷെറിനെ തെറ്റന്നെയാ, ഷർറോ വെറുപ്പന്നെയാ. ഇറാദത്തിന് കുഴപ്പമില്ല. കുഫറും ഷർറും ഇറാദത്ത് അവിടെ ഉണ്ട്. പക്ഷെ അത് കുഫറായി ജീവിക്കുക എന്നുള്ളത് തെറ്റാണ്. അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. തെറ്റുകാരനായി ജീവിക്കുക എന്നുള്ളത് അള്ളാഹു തആലക്ക് വെറുപ്പാണ്. അപ്പൊ ഇറാദത്തൊന്ന് വേറെ, ഇതൊന്ന് വേറെ. അപ്പൊ ഒരു കാര്യം മെഹബൂബ് മർദി രണ്ടും കൂടി ഒരുമിച്ച് കൂടുകയില്ല. ഇങ്ങനെ മനസ്സിലാക്കുക. ഇറാദത്തിലേക്ക് ചേർക്കുമ്പോൾ ഇതിനൊന്നും കുഴപ്പവുമില്ല. അപ്പോ ഒരു കാര്യം എങ്ങനെ മെഹബൂബാകുക, മക്രൂഹാകുക, അത് ബുദ്ധിമുട്ടല്ലേ, എതിരല്ലേ? അപ്പൊ നല്ലതല്ലേ അള്ളാഹ്ക്ക് ഇഷ്ടം. അപ്പൊ അള്ളാഹു തആല നല്ലതേ ഉദ്ദേശിക്കും. ഇങ്ങനെ കൊണ്ടുപോയാൽ അത് അപകടം പിണയും. ആ അപകടമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി വേറെ, തെറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ കൂട്ടുക, എന്നിട്ട് തെറ്റുകാര് പറയുക, ലക്ഷ്യം വെച്ചിട്ട് പറയാം അതൊക്കെ അള്ളാഹിന്റെ ഇറാദത്തല്ലേ, അള്ളാഹുവിന്റെ ഖദറല്ലേ എന്ന് പറയൽ വലിയ കുറ്റ. അങ്ങനെ ലക്ഷ്യം പിടിക്കൽ അപകടമാണ്. ബിദ്അത്തുൻ ഖബീഹത്തുൻ, മോശമായ നവീനവാദം കൂടിയാണത്. അതുകൊണ്ട് ഫല്യർദഉ അൻ ദാലിക, ഇത്തരം പൊള്ളയായ വാദങ്ങളെ തൊട്ടവർ മടങ്ങട്ടെ. വൽ ഈമാനു ബിൽ ഖളാഇ വൽ ഖദ്രി വാജിബുൻ, ഖളാഇ ഖദർ എന്ന കാര്യം കൊണ്ട് വിശ്വസിക്കുന്നത് വാജിബുമാണ്. ഇത് ചെയ്തോട്ടെ. ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അപകടത്തിലേക്ക് നീങ്ങണ്ട. കമാ അമറ ശറഉ ബിഹി അയ്ലൻ, നല്ല ചെയ്യണമെന്ന് ശറഅ് കൽപ്പിച്ചതുപോലെ തന്നെ ഖദർ ഖളാ കൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണെന്നും ശറഅ് കൽപ്പിച്ചിട്ടുണ്ട്. വകമാ റദ്ദല്ലാഹു അലൽ മുശ്രിക്കീന, നോക്കൂ, അല്ലാഹു തആല ബഹുദൈവാരാധകരുടെ മേൽ റദ്ദ് ചെയ്തില്ലേ? എന്തിനെ? ഇഹ്തിജാജഹും, അവർ ലക്ഷ്യമായി വച്ചിതിനൊക്കെ അല്ലാഹു തആല തട്ടിവിട്ടു, ശരിയല്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ബി ഖൗലി ഇഖ്ബാറൻ അൻഹും, മുശ്രിക്കുകളെ തൊട്ട് അവര് പറയുന്നതിന്റെ വർത്തമാനമായി കൊണ്ട് അല്ലാഹു തആലയുടെ വാക്കുകൊണ്ട് അവര് പിടിച്ച ലക്ഷ്യം മുഴുവൻ തട്ടിമാറ്റി. അല്ലാഹു തആലക്ക് ഇറാദത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഇവർ തട്ടേണ്ട ആവശ്യമില്ലല്ലോ. എന്താ അവര് പറഞ്ഞ വാക്ക്? ലൗ ശാ അല്ലാഹു മാ ശറക്നാ, ഞങ്ങളിവിടെ ശിർക്ക് ചെയ്തു എന്നല്ല ഞങ്ങളുടെ പരാതി. ഞങ്ങൾ ശിർക്ക് ചെയ്തത് അല്ലാഹു തആലയുടെ മശിയത്ത് കൊണ്ടാ. ഞങ്ങൾ ശിർക്ക് ചെയ്യണ്ട എന്നാണ് അള്ളാഹിന്റെ മശിയത്ത്, എങ്കിൽ ഞങ്ങൾ ശിർക്ക് ചെയ്യുമായിരുന്നില്ല. ഇതാണ് ഓര് പറഞ്ഞത്. ഈ വാദത്തെ അള്ളാഹു തട്ടിവിട്ടു, ഓല പറഞ്ഞു കണ്ട് തട്ടി. ഒബി ഖൗലിഹി, എന്നിട്ട് അള്ളാഹു തആലയുടെ വാക്ക് മറ്റൊന്ന് തക്ദീബൻ ലഹു, ഇവർ ഈ പറഞ്ഞ വാക്ക് കളവാണ്, അത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അള്ളാഹു തആല മറുപടി കൊടുക്കുന്നത്. കദാലിക കസ്സബല്ലദീന മിൻ ഖബ്ലിഹിം ഹത്താ ദാഖൂ ബഅസനാ, എന്താ, നമ്മളെ ശിക്ഷ അവർ രുചിച്ചു. ആ രുചിച്ചറിയുന്നത് വരെ ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളും പറഞ്ഞത് ഇങ്ങനെ തന്നെയാ, ഞങ്ങൾ തെറ്റൊക്കെ ചെയ്തു. അള്ളാഹ് ഉദ്ദേശിക്കാൻ തെറ്റ് ചെയ്യൂലായിരുന്നു. അപ്പൊ തെറ്റ് ചെയ്യാണ് അള്ളാഹിന്റെ ഉദ്ദേശം. ഈ ഒരു വാദം അവർ പറയുമ്പോൾ നാളെ മഹ്ശറയിൽ അതിനെ ഗണ്ണിച്ച് അള്ളാഹു തആല പൊടി പൊടിയാക്കിയിട്ട് അവരുടെ വാദം മുഴുവൻ കളവാണെന്ന് പറയുന്നു. വഖൗലിഹിം, അതുപോലെ തന്നെ അവരെ വാക്ക് എന്താ വാക്ക്? ലൗ ശാഅ റഹ്മാനു മഅബദ്നാഹും, റഹ്മാനായ റബ്ബ് ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഈ വിഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ആരാധിക്കുമായിരുന്നില്ല എന്നൊരു പറഞ്ഞു. അവിടെ ലൗ ശാഅ റഹ്മാൻ എന്നൊക്കെ ഒരു പറഞ്ഞല്ലോ. അപ്പോ അങ്ങനെ ഒരു വാക്ക് അതിനൊക്കെ അല്ലാഹു തആല റദ്ദ് ചെയ്തു. ബി ഖൗലിഹി അസ്സ മിൻ ഖാഇൽ, എന്നിട്ട് അല്ലാഹു തആല അതിനെ റദ്ദ് ചെയ്യുന്നത് എങ്ങനെയാ? മാലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യഖ്റുസൂൻ, ഇതൊക്കെ അവർ പറയുന്നു, അവർക്ക് യാതൊരു വിവരം അതിലില്ല, അവർ വെറും കളവാണ് പറയുന്നത്, മറ്റൊന്നുമല്ല. ഇത് അല്ലാഹു തആല മശിയത്താണെങ്കിൽ ഇത്തരം നഖശിഖാന്തം ഗൗരവത്തിൽ അവർ എതിർക്കേണ്ടതുണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവർ ചെയ്ത് തെറ്റാ. അങ്ങനെ ചെയ്യണമെന്ന് അള്ളാഹ് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ശരിയല്ല. തീരുമാനം അള്ളാഹ്നത് അങ്ങനെയല്ല. ഉദ്ദേശം വരാം, മശിയത്ത് വരാം. കർമ്മവും ഇതും തമ്മിൽ വർദ്ധിപ്പിക്കുമ്പോൾ മശിയത്തൊന്ന് വേറെ,
ചെയ്യാൻ പറഞ്ഞ കർമ്മം മറ്റൊന്നാണ്, അതിനനുസരിക്കേ വേണ്ടത്. അപ്പൊ അള്ളാന്റെ മഷിയത്തും മുഴുവനും ഇവിടെ എന്തില്ല, അമ്രില്ല, ഇല്ലാന്ന് മനസ്സിലാക്കണം. ചെയ്യാൻ പറഞ്ഞത് മാത്രമേ അമ്രുള്ളൂ, അത് നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള മഷിയത്തും പറഞ്ഞ് തടി തപ്പൽ ഒരിക്കലും അള്ളാഹുത്തല അംഗീകരിച്ചിട്ടില്ല. നമ്മോട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യന്നെ വേണം. ഇല്ല ബഹുദൈവാരാധകരുടെ സ്വഭാവം എടുത്താൽ നാളെ അതിന്റെ തിക്തഫലം അവിടെ വെച്ച് അള്ള കാണിച്ചു തരും. അപ്പൊ മഷിയത്തല്ലേ എന്നും പറഞ്ഞ് തടി സലാമത്താക്കാൻ നിൽക്കണ്ട. അതിന്റേതായ രീതി മുശ്രിക്കുകൾ പറഞ്ഞപ്പോ അവർക്ക് എതിരിൽ പ്രയോഗിച്ച പ്രയോഗം ഇന്ന് ഖുർആനിലും ആയാതെ കിടക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുക, മനസ്സിലാക്കുക. ഇനി ഇവിടെ ഇമാം ബഗവി തങ്ങളുടെ തഫ്സീറുണ്ട്. ആ തഫ്സീറിൽ ഖാൽ ഹുസൈൻ ബിൻ ഫളിൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ലൗ ദക്കറു ആദിഹിൽ മഖാലത തഅലീമൻ വ ഇജ്ലാലൻ ലില്ലാഹി അസ്സ വജല്ല വ മഅരിഫതൻ മിൻഹും ബിഹി. ഇത് അള്ളാഹുവിനെ വന്ദിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടുമാണ് ഇത്തരം വാക്കുകൾ ലൗ ശാ അല്ലാഹ് മാ അശ്റക്നാ എന്നൊക്കെ ഇവർ പറയുമായിരുന്നെങ്കിൽ, അതുപോലെ അവരിൽ നിന്ന് ഇത്തരം കാര്യം കൊണ്ട് അവർ അറിയുകയും വേണം. ഇതൊക്കെ അള്ളാഹിനെ കുറിച്ച് അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടും ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ടാണ് ഇവർ ഈ പറയുന്ന വാക്കെങ്കിൽ ലമാ ആബഹും ബിദാലിക, ഇത്തരം വാക്കെടുത്തുകൊണ്ട് അള്ളാഹു തആല ഒരിക്കലും അവർ ആക്ഷേപിക്കുമായിരുന്നില്ല. അപ്പോൾ അവിടെ ആക്ഷേപിക്കുവാൻ കാരണം അവർ ഇത് പറയുന്ന താലീമായിക്കൊണ്ട് പറഞ്ഞതല്ല, അവരുടെ കാരണം അവിടെ ബോധിപ്പിക്കുവാൻ വേണ്ടി മഷിയത്ത് ഉദ്ധരിച്ചു. അത് നടക്കൂല. കാരണം ലിഅന്നഹു തആല ഖാൽ, നിശ്ചയം അല്ലാഹു തആല പറയുന്നു, ലൗലൗ ശാ അല്ലാഹു മാ അശ്റകൂ. എന്താ അവർ പറയുന്നത്? അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ മാ അശ്റകൂ, അവർ ശിർക്ക് ചെയ്യൂല എന്ന് ഖുർആൻ ആയത്തുണ്ടല്ലോ. വഖാല, വീണ്ടും അല്ലാഹു തആല പറയുന്നു, വമാ കാനൂ ലിയുമിനു ഇല്ലാ യശാ അല്ലാഹ്. അല്ലാഹു തആലയുടെ മശിയത്തില്ലായിരുന്നുവെങ്കിൽ അവർ വിശ്വാസികളാകുമായിരുന്നില്ല എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട് ഇവിടെ. അപ്പോ ഇതൊക്കെ പറയുന്നത് വൽ മുഅ്മിനൂന യഖൂലൂന ദാലിക, ഈ വാക്കുകൾ ഉപയോഗിക്കുന്ന സത്യവിശ്വാസികളാ. സത്യവിശ്വാസികൾ ഇത് ഉപയോഗിക്കുന്നു. ലാകിന്നഹും, പക്ഷേ ഇവർ എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകൾ, ഖാലു ദാലിക, ഈ പദപ്രയോഗം അവർ നടത്തുന്നത് തക്ദീബൻ, കളവാക്കിക്കൊണ്ടാണ്, വജദലൻ, തർക്കവുമായിക്കൊണ്ടാണ്, മിൻ ഗൈരി മഅരിഫത്തില്ലാഹ്, അല്ലാഹു തആലയെ കുറിച്ച് അറിയാതെ, വബിമാ യഖൂലൂന, എന്താണ് അവർ പറയുന്നതും അവർക്ക് അറിയുന്നില്ല. അങ്ങനെ അവർ പറയുന്ന വാക്കുകൊണ്ടും അല്ലാഹുവിനെ കുറിച്ചും അറിയാത്ത വിധം തർക്കവും കളവുമായി കൊണ്ട് അവർ പറയുന്നു. ഇതാണ് മുശ്രിക്കുകൾ ചെയ്യുന്നത്. മുഅ്മിനീകൾ ഇത് പറയുന്നുണ്ട് എങ്കിൽ അവിടെ തഅലീമും ഇജ്ലാലും മഅരിഫത്തൊക്കെ ഉണ്ടായിട്ടേ മുഅ്മിൻ പറയും. അതാണ് നമ്മുടെ വിശ്വാസം. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു. ഒരു മുഅ്മിൻ പറഞ്ഞാൽ അവിടെ തഅലീമാണ്. നേരെ മറിച്ച് സത്യനിഷേധികളും അക്രമകാരികളും തെറ്റുകാരും ഈ പദം പ്രയോഗിച്ചാൽ ബഹുമാനമല്ല, താലീമല്ല, അവിടെ തർക്കിക്കാനും അള്ളാനെ കളവാക്കാനുള്ള കളിയാണ്. ഇത്തരം കളികൾ കളിക്കണ്ട. അതൊക്കെ മശിയത്താന്ന് പറഞ്ഞ് തടി സലാമത്താക്കാൻ നോക്കണ്ട മക്കളെ, അത് ശരിയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരെ, ഇത് നമ്മൾ എടുക്കരുതേ. ഇത്തരം സ്വഭാവം ബഹുദൈവാരാധകരുടെയും കുഫറിന്റെയും ഒക്കെ വകുപ്പുകളാണ്. ആ വകുപ്പിലേക്ക് നീങ്ങരുത് എന്നാണ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തുക എന്ന് ഇടയ്ക്കെല്ലാം ഞാൻ ഓർമ്മപ്പെടുത്താൻ കാരണം, മഹാനബറുകൾ ഇത്രയും വളരെ ആയത്തിൽ ചിന്തിച്ച് അവരെ ഗണ്ണിച്ച് അവരെ പൊടിപൊടിയാക്കിയിട്ട് ഇത്രയും ഉപയോഗിക്കുമ്പോൾ ഇരുന്ന് മനസ്സിലാക്കി തരുന്നത് അതാണ്. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ഫിമാനൽ ആയത്തി, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, അർത്ഥം അന്നഹും കാനൂ യഖൂലൂനൽ ഹഖ്ഖ ബിഹാദിഹിൽ കലിമ, ഇവർ ഈ പറയുന്ന വാക്ക്, ഈ കലിമത്ത് യഥാർത്ഥമാണ് തന്നെയാണ്, അവർ യഥാർത്ഥമായി പറയുന്നു. ഇല്ല എങ്കിലും അന്നഹും കാനൂ യുഅദ്ദൂനഹു ഉദ്റാ ലി അൻഫുസിഹിം, അവർ അവരുടെ നഫ്സിന് ഗുണമായിട്ട് അള്ളാന്റെ മുന്നിൽ കാരണം ബോധിപ്പിച്ചിട്ട് പറയുകയാണെന്ന് മാത്രം. പറയ യഥാർത്ഥമാണ്, ഒരു കാരണമാക്കി വെച്ചു. അവിടെ ശിർക്കയുള്ള കാരനെ തെറ്റയുള്ള കാരണമായിട്ട് വെച്ചു. വയജ്അലൂനഹു ഹുജ്ജത്തൻ ലഹാ ഫീ തർക്കിൽ ഈമാൻ, അള്ളാനെ കൊണ്ട് വിശ്വസിക്കേണ്ട രീതിയിൽ വിശ്വസിക്കേണ്ടതുണ്ട്. അത് വിശ്വസിക്കാതെ ഈമാനിനെ ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ അവരെന്താ, അവർ നഫ്സിന് ഹുജ്ജത്തും നിരത്തുകയാണ്, തെളിവ് നിരത്തുകയാണ്. അതും ശരിയല്ല. ഫറദ്ദ അലൈഹിം ഫീ ഹാദാ, അപ്പൊ ഈ വിഷയത്തിൽ അവർക്ക് എതിരിൽ അല്ലാഹു തആല മറുപടി കൊടുത്തതാണ്. അത് നിങ്ങളെ കാരണം ഇവിടെ ശരിയല്ല, നിങ്ങളുടെ ലക്ഷ്യം ഇവിടെ ശരിയല്ല, അത് എന്നോട് പറയണ്ട എന്നാണ് ഒരഭിപ്രായം.
അല്ല കളവാക്കിയിട്ടാണെന്ന് മറ്റൊരു അഭിപ്രായം. അപ്പൊ അതേ നാണയത്തിൽ അല്ല തിരിച്ചടിച്ചു. അപ്പൊ ബഹുദൈവാരാധന ശൈലി വേണ്ട, ബിദ്അത്തുൻ ഖബീഹത്തിന്റെ ശൈലിയും നമുക്ക് വേണ്ട. കാരണം അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ ഇറാദത്ത്, മഷിയത്ത് എന്നതിനെയും വിട്ട് എത്രയോ അകന്നു നിൽക്കുന്ന ഒന്നാണ്. അമ്ര അത് അള്ളാന്റെ തീരുമാനം തന്നെ. പക്ഷെ അമ്രും ഇറാദത്തും രണ്ടാണെന്ന് മനസ്സിലാക്കണം. ഇറാദത്തുമായുള്ള ഒന്നല്ല ഇവിടെ വിഷയം. ഇറാദത്ത് അങ്ങനെയായിരുന്നുവെങ്കിൽ അള്ളാഹു തആല ഒരിക്കലും ശിക്ഷിക്കില്ലല്ലോ. ഇവിടെ ശിക്ഷയും രക്ഷയൊക്കെ നടപ്പാകുന്ന അള്ളാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പനയോട് തുടർന്ന് വരുന്ന ഒന്നാണ്. സർവകാര്യം ഇവിടെ ഉണ്ടായിത്തീർന്ന മുഴുവത്തിനും അള്ളാഹു തആല ഉദ്ദേശിക്കുന്നുണ്ട്. ആമിരമ്പി ജമീമായുരീതു, ഞാൻ ഇത്രയും കാലമൊക്കെ ഉദ്ദേശിച്ചിട്ട് അത് മുഴുവൻ ചെയ്യണം നിങ്ങളത് അല്ല കൽപ്പിച്ചോ? ഇല്ല. അള്ളാന്റെ കൽപ്പന എന്താണോ അത് മാത്രം നോക്കിയാൽ മതി അടിമ. അള്ളാഹു തആലയുടെ മശിയത്തുമായി ഇവൻ ബന്ധിച്ച് നടക്കേണ്ടതില്ല. അതല്ല അവനോട് ചോദിക്കുക. കാരണം ഒരാൾക്കും ഒരു കാരണമായി അള്ളാഹുവിന്റെ മശിയത്ത് അവിടെ വരില്ല. അവർ കാരണം ബോധിപ്പിക്കേണ്ടത് മറ്റൊന്നാണ്. ഇത് ബഹുമാനപ്പെട്ട ഇമാം ബഗവി തങ്ങളുടെ തഫ്സീറാണ്. ഇന്ദഹ അവാക്കവിടെ കഴിഞ്ഞു. എങ്കിൽ നമ്മുടെ ഷറഹിന്റെ കാരണം ഉണ്ടായ ഹദ്ദാദ് ഉണ്ടല്ലോ, ആ ഹദ്ദാദ് റാത്തീബിന്റെ മുസന്നിഫ് ഖബറുകൾ കുറച്ച് ഉപദേശം നമുക്ക് നൽകുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഇതുവരെ മറ്റു ഇമാമികളുടെ ഉദ്ധരണികളും മൊഴികളുമാണ് നമ്മളിവിടെ രേഖപ്പെടുത്തിയതും. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരായ ആളുകൾ അതിന് വേണ്ട രീതിയിൽ നമുക്ക് ഗഹനം നടത്തി പഠിപ്പിച്ചു തരികയും ചെയ്തു, ചുരുങ്ങിയ രീതിയിലൂടെ. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട റാത്തിബുൽ ഹദ്ദാദിന്റെ മുസന്നിഫായ സയ്യിദുൽ ഖുത്ബ് അൽ ഔഫ് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു വനഫഅ ബിഹി ആമീൻ. മഹാനവറുകൾ പറയുന്നു, ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കണല്ലോ. റുബ്ബ മുസഖറിൻ ലിൽ ഖളാഇ വൽ ഖദരി മഅ്ജൂറുൻ ഫിശ്ശറഇ വറുബ്ബ മുസഖറിൻ ലഹു മഅ്സൂറുൻ ഫിശ്ശറഇ വകുല്ലു അഹദിൻ മുസഖറിൻ وكل أحد مسخر للقضاء والقدر ولكنه لا حجة فيه لأحد لأنه لا جبر وكل الأشياء من القضاء والقدر لا من الأسباب والأسباب مظهر لها. എന്താ പോയിന്റ്? അതിന്റെ അർത്ഥം നമുക്ക് ചിന്തിച്ചു വെക്കാം. മഹാൻ പറയാ, റുബ്ബ മുസഖറിൻ ലിൽ ഖളാഇ വൽ ഖദരി, ഖളാ ഖദർ ഇതിന് കീഴ്പ്പെടുത്തപ്പെട്ടത് എത്രയോ ഉണ്ട്. അങ്ങനെ കീഴ്പ്പെടുത്തപ്പെട്ട എത്ര ആളുകൾ. മഅ്ജൂറുൻ ഫിശ്ശറഇ, ശറഇലൂടെ അയാൾക്കതിന് കൂലി നൽകപ്പെടുകയാണ്. അങ്ങനെ എത്രയുണ്ട് ഖളാ ഖദറിന്. വറുബ്ബ മുസഖറിൻ ലഹു മഅ്സൂറുൻ ഫിശ്ശറഇ, ഖദർ ഖളാഇന് കീഴ്പ്പെടുത്തപ്പെട്ട എത്രയോ ആളുകളുണ്ട്. ശറഇന്റെ കാഴ്ചപ്പാടിലൂടെ അവർക്ക് കുറ്റം വരുന്നു. കണ്ടോ? വകുല്ലു അഹദിൻ മുസഖറു ലിൽ ഖളാഇ വൽ ഖദർ, അങ്ങനെ എല്ലാ ആളുകളും എന്താ അള്ളാഹ് ഖദർ എന്നതിന് കീഴ്പ്പെടുത്തപ്പെട്ടവർ തന്നെയാണ്. അള്ളാഹും ഖദറും ഇല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല ഏതും. എന്നിരിക്കെ ശറഇലൂടെ വരുമ്പോൾ നല്ലതാണെങ്കിൽ കൂലിയുണ്ട്, തെറ്റാണെങ്കിൽ ശിക്ഷയുമുണ്ട്. വലാകിന്നഹു ലാ ഹുജ്ജത ഫീ അഹദിൻ, എന്നാൽ അള്ളാഹും ഖദറും പിടിച്ചുകൊണ്ട് ഒരാൾക്കും അള്ളാന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഒരാൾക്കും എന്തില്ല, അതിൽ ലക്ഷ്യമാക്കാൻ പറ്റുകയില്ല. കാരണം അന്നഹു ലാ ജബ്റ, നിർബന്ധിച്ച് ഒന്നും ഇവിടെ ചെയ്യിക്കാൻ അള്ളാഹു തആല കൽപ്പിച്ചിട്ടില്ലല്ലോ. ഒക്കെ ഖദർ അത് പറഞ്ഞു കുത്തുന്നോളി, ഒക്കെ ഖദർ അത് പറഞ്ഞ് നടന്നു പറഞ്ഞിട്ട് അല്ല പറഞ്ഞു ജബർ. അങ്ങനെ അടക്കി വാണിട്ടിട്ട് ഇടങ്ങാറാക്കുന്നൊരു പരിപാടി ഇവിടെ ഇല്ല. വകുല്ലുൽ അശ്യാഇ മിനൽ ഖളാഇ വൽ ഖദരി, എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ ഖളാ ഖദറിൽ നിന്നുള്ളത് തന്നെയാണ്, അതില്ലാതെ നടക്കില്ല. ലാ മിനൽ അസ്മാബി, കാരണങ്ങളിലൂടെയല്ല ഈ വസ്തുക്കൾ മുഴുവനും ഉണ്ടാകുന്നത്. അത് അള്ളാഹുവിന്റെ ഖദറും ഖളാവും നിന്നും ഉണ്ടാകുന്നു. അസ്ബാബ് അങ്ങനെയല്ല. വല്ല അസ്ബാബ് മദ്ഹറുൻ ലഹു ലഹാ, അള്ളാഹു തആല കണക്കാക്കി വെച്ചതായ വസ്തുക്കൾ ഇന്നതാണ് എന്നത് കാരണങ്ങൾ അള്ളാഹു തആല വെച്ചിട്ട് ആ കാരണങ്ങൾ കൂടെ എന്താക്കുന്നു, വെളിവാക്കി തരുന്നു. ഇതാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അള്ളാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് ഇറാദത്ത് അള്ളാഹുടെ തീരുമാനം, ഖദർ അള്ളാഹുടെ കണക്ക്. ഇത് എന്താണ് എന്നത് ഇവിടെ പ്രകടമാക്കാൻ കാരണം അള്ളാഹു തആല വ്യക്തമാക്കുന്നു. അപ്പൊ അടിയങ്ങളെ അള്ളാഹു തആല സൃഷ്ടിക്കുന്നു.
സൃഷ്ടിച്ചിട്ട് ആ അടികളെ കൊണ്ട് ഇബാദത്ത് അല്ലാഹു തആല ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ അസ്ബാബുകള് ഇതാണ് അല്ലാഹു തആല തീരുമാനിച്ചു വെച്ച വിധിച്ചു വെച്ച വസ്തുക്കൾ എന്നതിനെ പ്രകടമാക്കുവാൻ പറ്റുന്നതാണ് കാരണങ്ങൾ. അല്ലാതെ ആ കാരണത്തിൽ നിന്നും ഉണ്ടാകുന്നതല്ല ഈ വസ്തുക്കളൊന്നും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഖളാഉം ഖദറൊക്കെ തീരുമാനം അല്ലാഹു തന്നെയാണ്. അള്ളാഹുക്ക് ഏതെങ്കിലും ജീവിക്കുന്നവരൊക്കെ. പക്ഷേ അത് തെളിവായിക്കൊണ്ട് അള്ള കണക്കാക്കിയില്ലേ, അള്ളാഹുത്താന്റെ ഉദ്ദേശമല്ലേ, അള്ള കള്ളാക്കിയില്ലേ, ഞാൻ നിസ്കരിക്കണ്ടെന്ന് കള്ളുടിച്ചത് അള്ള തീരുമാനിച്ചെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമേ അല്ല. ഈ രൂപത്തിൽ വിശ്വസിക്കുക. മഹാ നിർത്തുന്നില്ല. വീണ്ടും മഹാനവറുകൾ പറയുന്നു. ആര്? നമ്മുടെ അബ്ദുല്ലാഹ് ഇബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അർറിളാ ബിൽ ഖളാഅ്, ഖളാഅ് കൊണ്ട് റിള വേണം. അല്ലാഹു തആല വിധിച്ചത് കൊണ്ടൊക്കെ റിള വേണമെന്ന്. അതെങ്ങനെയാണ്? ഹുവ അൻ തഫഅല മാ യർളല്ലാഹു ബിൽ ളാഹിറ, പ്രത്യക്ഷമായി അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന എന്തോ ആ കാര്യം ചെയ്യുക. അപ്പൊ നമ്മൾ നിസ്കരിക്കുന്നു, മറ്റു നല്ല ഇബാദകളൊക്കെ ചെയ്യുന്നു. അത് പ്രത്യക്ഷമായി അല്ലാഹു തആലക്ക് പൊരുത്തപ്പെടുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ചെയ്യുക. അതാണ് ഖളാഅ് കൊണ്ടുള്ള റിള. പിന്നെ ബാത്തിൻ, ഉള്ളിലൂടെ രഹസ്യമായിട്ട് എന്താണോ അല്ലാഹു തആല തേടിത്തരുന്നത്, അള്ളാഹു തേടുന്നതെങ്കിൽ ആ തേട്ടത്തെയും നമ്മൾ ഇഷ്ടപ്പെടുക. അല്ല എങ്ങനെയൊക്കെയാണ് തേടിയത് എങ്കിൽ നമ്മൾ അത് ഇഷ്ടപ്പെടുക. അല്ലാഹു തആലക്ക് ഇഷ്ടമുള്ള ഇബാദത്ത് ഏതൊക്കെയോ അത് നമ്മൾ ചെയ്യുക. ഇങ്ങനെയാണ് ഖളാഅ് കൊണ്ടുള്ള റിള. ഫഹാദാ ഉവൽ ഹഖ് വസ്സവാബു, യഥാർത്ഥമാണ്, സത്യമാണ്, കളവില്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ അല്ലാതെ ഇങ്ങനെ പോയാലും അത് ഇറാദത്തല്ലേ, ഖളാ അല്ലേ, ഖദറല്ലേ, നമ്മളിങ്ങനെ ചെയ്യല് എന്ന് പറഞ്ഞു പോയാൽ അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്, വിഫലമാണ്. എന്നാൽ പൊതുവെ എന്താണ് സംഭവിച്ചത്? പൊതുവെ എല്ലാവർക്കും സംഭവിച്ചൊരു കാര്യം എന്താ? എല്ലാവരും ചെയ്യുന്നു, എന്നിട്ട് പറയുന്നു ഹാദാ മുഖദ്ദറുൻ അലൈനാ, ഇതൊക്കെ നമ്മുടെ മേൽ കണക്കാക്കപ്പെട്ടതാന്ന് പറയും. വല്ലാത്തൊരവസ്ഥ. പൊതുവെ എല്ലാവരും ഇത് സംഭവിച്ചിട്ട് പറയാം അതൊക്കെ നമ്മുടെ മേൽ കണക്കാക്കപ്പെട്ടതല്ലേ, എന്നിട്ട് അങ്ങനെ ചെയ്യാം, നമ്മൾ കള്ളുടിച്ച തെറ്റ് വീട് ചെയ്യുക, ഇതൊക്കെ അള്ള കണക്കാക്കിയതല്ലേ എന്ന് പൊതുവെ പറയുന്നു. പൊതുവെ പറയുന്നുണ്ട്. നമ്മളൊക്കെ അറിയണം എന്തൊരു സംഭവമാണ് ഇത്. വഇദാ ജാഅ മാ ഫീഹി ഹവാഹും വഅറദുഹും, വഇദാ ജാഅ മാ, ഒന്ന് വന്നാൽ, എങ്ങനത്തെ ഒന്ന്? അതിലാണ് അവർക്ക് ഇഷ്ടം, അതാണ് അവിടെ ആവശ്യം, അതാണ് അവിടെ ഇച്ഛ, ഇങ്ങനൊന്ന് വരികയാണ് എങ്കിൽ ഖാലൂ ദാലിക, അതവര് പറയും, ആ ഇങ്ങനെ വന്നു, അതാ അള്ളാഹ് തീരുമാനിച്ചു, അള്ളാഹുടെ ഖളാ അല്ലേ, അങ്ങനെ ചെയ്യണമെന്ന്, അങ്ങനെ ചെയ്തു. നല്ല രസമായി അവർക്ക്. വഇദാ ജാഅ ഖിലാഫു ദാലിക, അവരുടെ ഇച്ഛകൾക്കും അവരുടെ ആശകൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും നേരെ എതിരായിട്ടാ സംഭവിച്ചതെങ്കിലോ വളരെ അതുകൊണ്ട് ബുദ്ധിമുട്ടായി അവർ. ഓല ജീവിതം തന്നെ വല്ലാത്ത തിടുക്കമായി. ഖാമത്ത് അലൈഹിമുൽ ഖിയാമ, അന്ത്യനാള് അവിടെ മേൽ സംഭവിച്ചതുപോലെയായി അവിടുത്തെ പരിപാടി കണ്ടാൽ. അങ്ങനെ അവരുടെ സ്വഭാവം. ഇതാണോ മുഅ്മിന്റെ രീതി? ഇതാണോ സുന്ന രീതി? അല്ല, ഇങ്ങനെയല്ല ഖളാ ഖദർ. ആ ഖളാ ഖദറിന്റെ സംഭവം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രത്യക്ഷമായി അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, അതെന്റെ പൊരുത്തം. രഹസ്യമായി അള്ളാഹു തആല വിധിക്കുന്ന പലതും ഉണ്ടാവും. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതോട് പൊരുത്തപ്പെടുകയും ചെയ്യാം. അല്ലാതെ ഒന്നും ചെയ്യാതെ ഒക്കെ അള്ളാഹിന്റെ പണി. അള്ളാഹ് ഖദറെന്ന് പറഞ്ഞാൽ ഒറ്റ സുഖമായിട്ട് ഇരിക്കുക നടക്കൂല. ഞാൻ അവസാനിപ്പിക്കട്ടെ ഒന്നും കൂടി. വഖാല റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഖുത്ബുൽ ഔസ് അബ്ദുല്ലാഹ് ഇബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മദ്ഹബുൽ ജബരിയ്യത്തി ഹുവൽ ആലിമുൽ ജാരി അലാ അൽസിനത്തിൽ ആമ്മത്തി വഅഫ്ആലിഹിന്ന. എന്നാൽ ജബരിയാക്കളുടെ മദ്ഹബ് അത് വല്ലാതെ നടക്കുന്നുണ്ട്, അധികമായി സഞ്ചരിക്കുന്നു. ആരുടെ നാവിലൂടെ? പൊതുജനങ്ങളുടെ നാവിലൂടെ, അവിടെ പ്രവൃത്തിയിലൂടെയും അത് കാണുന്നുണ്ട്. ഈ ഒരു വിഷമം, ഒരു സംഭവം ബഹുമാനപ്പെട്ട ഒരു പങ്ക് വെക്കുകയാണ്. എന്താ കാരണം? മുമ്പിൽ ജബരിയാക്കളായിട്ടല്ല, പക്ഷെ അതുപോലെയാണ് ഇവിടെ മദ്ഹബ് കാണുന്നത്. എന്താ കാരണം? ഈ കൗനിയും ഇൽമ, ഒരറിവും അവർക്കില്ല, ഒരു ഉറപ്പും അവർക്കില്ല. എന്നിട്ട് ആ ലൈസ ആഹിദുഹും, എന്നിട്ട് ഓരിങ്ങനൊക്കെ ചെയ്തിരിങ്ങനെ പറയാ ഇതൊക്കെ തീരുമാനല്ലേ. എന്നാൽ ഇവർ ഈ ചോദിക്കുന്ന ഖദർ ഖളാഉ നമുക്ക് എവിടേക്കൊക്കെ ബന്ധിപ്പിക്കാൻ പറ്റും നോക്കാം. ഇവരെ വെള്ളം കുടിപ്പിക്കണല്ലോ നമ്മള്. ആ ലൈസ ആഹിദുഹും ബികുല്ലി യഅകുലു ബിഇഖ്തിയാരിഹി, തിന്നുന്നു അവർ, അവർക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് തിരഞ്ഞു തിന്നുന്നില്ല അവര്, അതവർ തിന്നുന്നില്ലേ. വയഫ്അലു ബിഇഖ്തിയാരിഹി, അവർക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി അവർ ചെയ്യുന്നില്ലേ.
ഞാൻ എന്റെ ഇഷ്ടം കൊണ്ട് ചെയ്തതൊക്കെ നമ്മൾ പറയറില്ലേ, ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം അല്ലാഹുവിന് നൽകിയതാണ്, ഇവർക്കറിയില്ല. ഇങ്ങനെ ഇഷ്ടപ്രകാരം തിന്നുന്നു, ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു, ഇതൊക്കെ അവർ ചെയ്യുന്നില്ലേ. ഓഹുബി ഖല്ലാഇല്ലാഹി തആല വ ഖദരി, അത് അള്ളാഹുവിന്റെ ഖല്ലാ കൊണ്ടും ഖദർ കൊണ്ടും നടക്കുന്ന ഒന്നല്ലേ, ആണല്ലോ. എന്നിട്ട് അതൊന്നും പറയാതെ ഒരു തെറ്റ് ചെയ്തൊക്കെ അള്ളാന്റെ ഖദർ, വേണ്ടാതൊക്കെ ചെയ്ത് അള്ളാന്റെ ഖദർ, അവിടേക്ക് എത്തുമ്പോ ഖദറാ. പിന്നെ തീറ്റയും കൂടിയൊക്കെ ഇവരെ ഇഷ്ടപ്രകാരം, അതൊക്കെ അള്ളാന്റെ ഖല്ലാ കൊണ്ടുണ്ടാവുന്നതല്ലേ, ആണല്ലോ, ഖദറുമല്ലേ ആണ്. വലാകിന്നഹു ഫീ ദാലിക മുഖ്താറുൻ, പക്ഷേ ഇത്തരം വിഷയങ്ങളിലൊക്കെ അവർക്കും ഇഷ്ടമുണ്ട്. ഇതൊക്കെ ഉണ്ട് എങ്കിലും അള്ളാഹുവിന്റെ തീരുമാനം ഖദറും അങ്ങനെയാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ നല്ലത് തെരഞ്ഞെടുക്കുവാനും തെറ്റൊഴിവാക്കുവാനുള്ള ഇഷ്ടാനുസരണം എന്ന് പറയുന്നൊരു വിവേക ബുദ്ധി അള്ളാഹു തആല അവർക്ക് നൽകിയിട്ടുണ്ട്, അതവർ ചെയ്യണം. വമാ ജഅല അല്ലാഹു സുബ്ഹാനഹു വതആല ലിൽ ഇൻസാനി ഇഖ്തിയാറൻ ഇല്ലാ ലിയഖ്താറ വഖ്താറഹു അല്ലാഹ്. ഒരാൾക്കും അല്ലാഹു തആല, ഒരു മനുഷ്യനും അല്ലാഹു തആല ഇഷ്ടാനുസരണം എന്ന് പറയുന്ന സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. എന്തിനു വേണ്ടിയല്ലാതെ അല്ലാഹു തആല എന്ത് തിരഞ്ഞെടുത്തോ അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അവിടെ കൊടുത്തത്. കാരണം ഒക്കെ അള്ളാന്റെ നിയന്ത്രണത്തിലാ. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച് അതിൻ്റെതായ വിശ്വാസം ഉണ്ടാകുമ്പോഴേ അതിന്റെ രസങ്ങൾ അറിയുള്ളൂ. അപ്പൊ അല്ലാഹു തആല എന്നെ സൃഷ്ടിച്ചത് എന്തിനാ, അത് ബോധം വേണം. അല്ലാഹു തആല എന്നെ കൊണ്ട് ഇറാദത്ത് ചെയ്തിട്ടുണ്ട്, എന്താണ് ഇറാദത്ത് എന്ന് അല്ലാഹു തആല വെളിവാക്കി തരുന്നുണ്ട്. അത് അള്ളാന്റെ കൽപ്പനയുടെ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇബാദത്ത് ചെയ്യൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അതാണ് അല്ലാഹു തആല കൽപ്പിച്ചത്, അത് ഞാൻ തെരഞ്ഞെടുക്കണം. അങ്ങനെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യ ബുദ്ധി അല്ലാഹു തആല നൽകുമ്പോൾ ഇവിടെ ജബരിയത്തില്ലല്ലോ. അപ്പൊ ശറഇന്റെ കാര്യങ്ങളിൽ അല്ലാഹു തആല നിശ്ചയിച്ചതല്ലേ ശറഅ്, നന്മയുടെ വഴികൾ, അതിന്റെ നിയമമല്ലേ ശറഅ് എന്ന് പറയുന്നത്. ആ ശറഇൽ നിന്ന് തേടപ്പെട്ടത് ചെയ്യാൻ പറഞ്ഞതാണല്ലോ തേടപ്പെട്ടത്, അതെന്താണോ അവൻ പ്രവർത്തിക്കട്ടെ. വയന്തഹി അനിൽ മൻഹിയാത്തി ഫീ കുല്ലി മാ ലഹു ഇഖ്തിയാറു ബിഹി, നിരോധിക്കപ്പെട്ട ഏതെല്ലാം കാര്യമുണ്ടോ അതൊക്കെ അവൻ തടഞ്ഞു നിൽക്കട്ടെ. അവൻ എടുക്കുന്ന ഏത് കാര്യത്തിലും അവന് സ്വാതന്ത്ര്യമുണ്ട്, അതാണ് പറയുന്നത്. നല്ലതെടുത്ത അല്ല ഇഷ്ടപ്പെടും. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിവേക ബുദ്ധി. ആ വിവേക ബുദ്ധി അവനെ തൊട്ട് ഇല്ലാതെയായാൽ, അത് പറഞ്ഞ ഭ്രാന്തനായത് കൂട്ടിക്കോ, പിന്നെ അവന് ഇഖ്തിയാറില്ല അവിടെ. ആ സമയത്ത് അവർക്ക് എന്തുണ്ട്, കാരണമുണ്ട്. പിന്നെ അവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവന് ഇഖ്തിയാറേ പോയി, അവൻ ആ കുടുങ്ങിപ്പോയി. എന്നിട്ട് ചെയ്തതാണെങ്കിൽ അവിടെ കാരണം പോലെ ഇതൊന്നുമില്ലാതെ വെറുതെ തന്റെ ഇഷ്ടപ്രകാരം തോന്നിയ പറഞ്ഞു നടക്കുക. വഖാല റളിയല്ലാഹു അൻഹു അയ്ളൻ, വീണ്ടും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മാ യുഹീലു അലൽ മഖാദിരി ഇല്ലൽ ആജിസുന. നമ്മള് ഖദറുകൾ, ഈ ഖദറുടെ മേലില് ഒരു ചാരണം കൊള്ളുക, ചാരി ഏൽപ്പിക്കുന്ന പണി അശക്തനായ ആളുകളെല്ലാം ചെയ്യൂല, അശക്തന്മാരെ ചെയ്യുള്ളൂ. ഓല് പറയും ഒക്കെ ഖദറാണ്, അത് അശക്തന്മാരാണ്. അശക്തന്മാരായ ആളുകളല്ലാതെ ഖദറുകൾ കണക്കാക്കിയ വസ്തുക്കളുടെ മേലിൽ എന്താക്കുക, ആ കണക്കുകളുടെ മേലിൽ എന്താവുക, ചാരിപ്പോവും. അത് ചെയ്ത പണി ഇവരാണ്. അവൻ ആദ്യമായിട്ട് ആ ഖദറുകൾക്ക് എന്തുണ്ടോ അതാദ്യമായി അതിന്റെ വീതം കൊടുക്കുക. എന്നിട്ട് നിന്നെ ആകെ ക്ഷീണിപ്പിച്ചവർക്ക് ചെയ്യാൻ കഴിയുന്നേ ഇല്ല, നീ പരിശ്രമിച്ചൊക്കെ ചെയ്തു. അങ്ങനെ കണക്കാക്കിയത് എന്താണോ അതിന് കൊടുക്കേണ്ട ഹക്ക് പ്രകാരം കൊടുത്തിട്ട് പിന്നെ നിന്നെ ആ കണക്കുകൾ ആകെ ക്ഷീണിപ്പിച്ച് വിട്ടു എന്ന് വെച്ചോ. എങ്കിൽ ഫഹീന ഇതിൻ, അങ്ങനെ വരുമ്പോ നിനക്കൊന്നിനും കഴിയാതെ വരികയാണെങ്കിൽ നിന്റെ പരിശ്രമമൊക്കെ കഴിഞ്ഞു. അനൽ മഖാദിരി, എന്നാ പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ അത് ഖദറിന്റെ മേലുണ്ടായതാണ് ആ പ്രവർത്തികളൊക്കെ എന്ന് ഞങ്ങൾക്ക് പറയാം. പക്ഷെ നീ ചെയ്യണം, ചെയ്തിട്ടും നീ അശക്തനാവുകയാണെങ്കിലാണ്, അങ്ങനെയാണ് അള്ളാഹുവിന്റെ തീരുമാനം, അത് നടക്കട്ടെ എന്ന് പറയും. വഖാല നഫഅ അല്ലാഹു ബി അയ്ളൻ, വീണ്ടും ബഹുമാനപ്പെട്ടവര് പറയുന്നു, എന്ത് പറയുന്നു, ഇബ്ഖ അലൽ മത്ലൂബി മിൻക ഹത്താ യഅനി ബികൽ ഖദർ. നിന്നോട് എന്താണോ ചെയ്യാൻ പറഞ്ഞ ആ തേടപ്പെട്ട തന്നെ നീ നിലനിൽക്കണം, ഇനി അവിടെ ഒഴിവാകാൻ പാടില്ല. ഏതുവരെ, നിനക്ക് ഖദർ മികച്ചു വരുന്നത് വരെ. അപ്പൊ നിന്നോട് നിസ്കരിക്കാൻ പറഞ്ഞ കഴിവ് നിനക്കുണ്ടെങ്കിൽ ആ കഴിവുള്ള കാലത്തോളം അയിമത്തനെ നിൽക്കേ. പിന്നീട് നിന്റെ ബുദ്ധി അല്ലാഹു തആല നഷ്ടപ്പെടുത്തി, നിനക്ക് ഓർമ്മയില്ലാതെ അല്ലാഹു തആല ആക്കിയെങ്കിൽ പിന്നെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ മത്ലൂബ് അവസാനിച്ചു, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ഖദർ അല്ലാഹു തആല വെച്ചു. അങ്ങനെയാണെങ്കിൽ നിനക്ക് കുറ്റവുമില്ല. അതൊന്നും ഇല്ലാത്ത സമയത്ത് വെറും ഖദർ എന്ന് പറഞ്ഞ് നടക്കല്ലേന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം നോക്ക്, മനസ്സിലാക്കാൻ നിശ്ചയം നീ
നിന്റെ ശരീരത്തെ ഒരു കിണറ്റിക്ക് കൊണ്ട് എറിയുന്നു, അഥവാ നീ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കുട്ടിക്കോ അങ്ങനെ കിണറ്റിലേക്ക് പോയി നീ വീഴുന്നു, അത് നീ തെരഞ്ഞെടുത്തതാട്ടോ, മനസ്സിലാക്കണം. എന്നിട്ട് വത്തഖൂലു, നീ പറയുകയും ചെയ്യുന്നു, ദാലിക മുഖദ്ദറുൻ അലയ്യാ, ഇത് എന്റെ മേൽ കണക്കാക്കപ്പെട്ട, അതുകൊണ്ട് ഞാൻ ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? നീ കൊണ്ട് നിന്റെ ശരീരത്തെ കൊണ്ട് കിണറ്റേക്ക് ഇട്ട് നശിപ്പിക്കാൻ തീരുമാനിക്കുക, എന്നിട്ട് എന്റെ മേൽ കണക്കാക്കിയതാണ് ഇത് നീ പറയുന്നത്. അങ്ങനെയാണോ നിന്നോട് പറഞ്ഞത്? നിന്റെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള വിവേകം അള്ളാഹു നിനക്ക് തന്നിട്ടുണ്ട്. ആ വിവേകം നീ എന്ത് നഷ്ടപ്പെടുത്തി? ആ വിവേകത്തോടുകൂടി നിന്റെ ശരീരത്തെ നീ രക്ഷിക്കാനാണ് വേണ്ടത്. എന്നിട്ട് അപകടത്തിൽ കൊണ്ട് ഇതിനെ ചാടിക്കുക, എന്നിട്ട് ചാടിച്ചിട്ട് നീ പറയുന്നു അതൊക്കെ അള്ളാഹ് കണക്കാക്കിയത്. അല്ല, കണക്കായി പോയില്ല സഹോദര. അസ്തഗ്ഫിറുല്ലാഹ് ഹാദാ ലാ യജൂസു, വേണ്ടാത്തൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഇങ്ങനെ അള്ളാന്റെ ഖദറൊന്നും പറഞ്ഞു നടക്കുന്നത് വല്ലാത്തൊരു തെറ്റാണ്. അള്ളാഹുവിനെ ഞാൻ പൊറുക്കല്ലത്തോടുന്നു, ഇത് അനുവദനീയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലേ നമ്മുടെ ജീവിതങ്ങൾ നന്നാവുകയുള്ളൂ. വഖാല റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. ഇദാ അസബത മഅസിയത്തൻ, സഹോദര നീ വല്ല തെറ്റും ചെയ്യുകയാണ് എങ്കിൽ ഖദറാണ്, ഖള ആണ്, ഇറാത്ത് പറയല്ല സഹോദര. ഇത്രയും കാലം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതല്ല നമ്മൾ വിശ്വസിക്കേണ്ട, ഖദറും ഖള അവിടെ ഉണ്ട്. പക്ഷെ നമ്മോട് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ചെയ്യണം, നമ്മോട് ഒഴിവാക്കാൻ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ ബാധ്യതയാണ്, അതിന് നമുക്ക് സ്വാതന്ത്ര്യവുമുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കാതെ തെറ്റ് തെരഞ്ഞെടുത്താൽ, അങ്ങനെ വന്നാൽ നീ ഇറാദത്താന്ന് പറഞ്ഞു കുത്തിരിക്കല്ലേ എന്റെ സഹോദര. തുബ് മിൻഹ, ആ തെറ്റിനെ തൊട്ട് നീ പക്ഷാതപിക്കണം. അമൽ, നീ ചെയ്തോ അത്താഅത്ത, നല്ല അമലൊക്കെ ചെയ്തോ. അന്ത മഅ ദാലിക, ഇതോടുകൂടെ തന്നെ നീ ആവണം, ഈ അമലൊക്കെ ചെയ്ത് തോബൊക്കെ ചെയ്ത് നീ ആവണം. തുഅ്മിനു അന്നഹാ ബിഖുദ്റത്തില്ലാഹി തആല, ഇങ്ങനെ ഈ ത്വാഅത്ത് അള്ളാഹ് കണക്കാക്കിയതാണ്, അള്ളാന്റെ ഖദറാണെന്ന് വിശ്വസിക്കുക. അങ്ങനെ ആയിക്കൊണ്ട് തന്നെ ഈ ഇബാദത്തൊക്കെ നീ ചെയ്യണം. എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതിന് സൂചന എന്ന് ഈ ശറഹിലൂടെ ബഹുമാനപ്പെട്ടവർ നമ്മോട് ഉപദേശിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ ജബരിയാക്കളെ ഒരു പണി കാട്ടിക്കൂട്ടുന്നുണ്ട്. എന്താണ് ജബരിയാക്കളെ വിശ്വാസം? എന്താ അവർ ലക്ഷ്യം വെക്കുന്നത്? ആ ജബരിയാക്കളുടെ വാദത്തെ പൊളിക്കൽ നമുക്ക് അനിവാര്യമാണ്. ഇപ്പൊ ഖദരിയത്തും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ജബരിയത്തിന് സംഗതിയുണ്ട് ഇവിടെ. ആ ജബരിയത്തിന് പൊളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിഷയം ഇവിടെ തീരും. പിന്നീട് നമുക്ക് നല്ല ഗഹനമായൊരു ചർച്ച വരുന്നത്, വലിയൊരു ചർച്ച തന്നെ. എന്താ ചർച്ച എന്നറിയാമോ? മുസ്ലിമായ സ്ത്രീ പുരുഷന്മാർക്ക് നിർബന്ധമായ കാര്യം എന്താണ്, ഏതെല്ലാം കാര്യങ്ങളാണ് എന്ന് എണ്ണുകയാണ്. ആ കാര്യത്തിൽ പറയുമ്പോൾ സാധാ നമ്മൾ കേട്ട കാര്യം കൂടി അല്ല എന്ന് മനസ്സിലാക്കണം. വലിയൊരു വിഷയമായി തന്നെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇത് ഒരു ക്ലാസ് കൂടി കഴിഞ്ഞാൽ ഈ വിഷയം ഇവിടെ തീരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടുകൂടെ ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രാർത്ഥിക്കണം എല്ലാവരും, അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.